കേരളത്തിൽ ഏറ്റവും അധികം ഒരുപക്ഷെ ഉണ്ടായിട്ടുള്ളത് ഹെയർ ഓയിൽ ബ്രാൻഡുകളായിരിക്കും. കാരണം മലയാളികളെല്ലാം മുടിയെക്കുറിച്ച് കൺസേൺഡ് ആണ്. മാത്രമല്ല ആയുർവേദത്തിന് ഇവിടെ നല്ലൊരു മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല സമയങ്ങളിലായിട്ട് പല ഹെയർ ഓയിലുകൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. അതിൽ ഏകദേശം ഒരു 4-5 എണ്ണത്തിനൊക്കെ കൺസൾട്ട് ചെയ്യാനുള്ള ഭാഗ്യവും നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹെയർ ഓയിൽ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഹെയർ ഓയിലിൻ്റെ ക്വാളിറ്റി ഒരു കൺസ്യൂമറിന് ഒരു തേർഡ് പേഴ്സണ് പെട്ടെന്ന് അളക്കാൻ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കളർ കണ്ടിട്ടോ അതിൻ്റെ ബോട്ടിൽ കണ്ടിട്ടോ ഒന്നും കൃത്യമായിട്ട് അളക്കാൻ പറ്റില്ല. അപ്പോൾ ആകെയുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ആ ടാഞ്ചിബിലിറ്റി കണ്ടിട്ട് ഒരു പൊസിഷനിങ് മനസ്സിലുണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് മിക്കവാറും എല്ലാ ഹെയർ ഓയിലുകളും ആക്ച്വലി മാർക്കറ്റിൽ പൊസിഷൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഹെയർ ഓയിലുകൾക്ക് ഇനിയും മാർക്കറ്റുണ്ട്. മാർക്കറ്റ് തീർന്നു എന്നൊന്നും വിചാരിക്കേണ്ട. പല ഹെയർ ഓയിലുകളും വന്നുപോയി. പക്ഷേ ഇനിയും ശക്തമായിട്ടുള്ള മാർക്കറ്റുണ്ട്. അത് ഓൺലൈനിലുള്ള മാർക്കറ്റാണ്. ഓൺലൈനിൽ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ക്യാമ്പയിൻസ് വർക്കൗട്ട് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള ഹെയർ ഓയിലുകൾക്കും ഹ്യൂജ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് തന്നെയാണ് കേരളം മാത്രമല്ല ഒരുപക്ഷെ ഇന്ത്യ മുഴുവൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഹെയർ ഓയിലുകൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ പക്ഷേ കൃത്യമായ സ്ട്രാറ്റജിയിൽ പോകണം, അല്ലെങ്കിൽ വൻ പരാജയമായിരിക്കും ഫലം. അതിനൊരു ക്രിട്ടിക്കൽ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റും ആവശ്യമാണ്.